എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നു പ്രയറിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എഫ് മേജർ കോഡ് ഉപയോഗിച്ച് നമുക്കെങ്ങനെ ബാക്കപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എഫ് മേജർ കോഡിൻ്റെ ഫാമിലി കോഡ്സ്. അപ്പോൾ ഫാമിലി കോഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് എഫ് മേജർ കോഡാണ്. ഇനി അടുത്തൊരു കോഡ് എന്ന് പറയുന്നത് എ ഷാർപ്പ് മേജർ കോഡാണ്. പിന്നെ അതുപോലെ അടുത്ത കോഡ് എന്ന് പറയുന്നത് സി മേജർ കോഡ്. ഇപ്പോൾ ഫാമിലി കോഡ്സിൽ വരുന്ന കോഡ്സ് എന്ന് പറയുന്നത് എഫ് മേജർ കോഡ് വരുന്നുണ്ട്, എ ഷാർപ്പ് മേജർ കോഡ്, പിന്നെ സി മേജർ കോഡ്. ഇനി റിലേറ്റീവ് കോഡ്സിൽ എന്തൊക്കെ കോഡ്സ് വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഡി മൈനർ കോഡ് വരുന്നുണ്ട്, അതുപോലെ ജി മൈനർ കോഡ് വരുന്നുണ്ട്, പിന്നെ എ മൈനർ കോഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിലേറ്റീവ് കോഡ്സിലുള്ളത്. അതായത് ഡി മൈനർ കോഡ്, ജി മൈനർ കോഡ്, എ മൈനർ കോഡ്. അപ്പോൾ ഫാമിലി കോഡ്സിൽ എഫ് മേജർ കോഡ് വരുന്നുണ്ട്, അതുപോലെ എ ഷാർപ്പ് മേജർ കോഡ്, പിന്നെ സി മേജർ കോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഫ് മേജറിൻ്റെ ഫാമിലി കോഡ്സിലും റിലേറ്റീവ് കോഡ്സിലും വരുന്ന കോഡുകൾ എന്ന് പറയുന്നത്. കർത്താവേ കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ, നിന്ദയവും നിന്മോചനവും നിന്നറയിൽ നിന്നേകണമേ. എന്നുടെ യോനെ സന്നിധിയിൽ നിദ്ര തെളിഞ്ഞ് നീയടിയാൽ ഉണർവോടെ നിൽപ്പതിനാൽ ഉന്നതനെ നീ കൃപ ചെയ്യുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേ ഓർഡർ ആയിരിക്കണം എന്നില്ല, ഓരോ അച്ഛന്മാർ ലീഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുക, അറിയുന്നത് പോലെ പറഞ്ഞുതരാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.